ഫ്രണ്ട്സ്, ഇന്ന് സൈക്കിളിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോയാണ്. അതായത് സൈക്കിളിൽ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് റൈഡൊക്കെ പോകാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ഈ സൈക്കിൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് അക്സസറീസ് നമ്മൾ അധികം വാങ്ങേണ്ടി വരും. അക്സസറീസും അതുപോലെയുള്ള ഐറ്റംസൊക്കെ ഒരുപാട് നമ്മൾ വാങ്ങേണ്ടി വരും. അതിൽ പ്രധാനപ്പെട്ടതാണ് നമുക്കിവിടെ ഒരു ക്യാരിയർ വേണം, പിന്നെ ഒരു സാഡിൽ ബാഗ് ഉണ്ടെങ്കിൽ അത് വയ്ക്കാം, പിന്നെ ഇവിടെ ഒരു ബാഗ് വേണ്ടി വരും, പിന്നെ നമുക്കൊരു ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ ഹോൺ, സ്പീഡോമീറ്റർ, ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വരുന്ന ഹെഡ്ലൈറ്റുകളും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതേതെങ്കിലും ഒരെണ്ണം വാങ്ങി പിടിപ്പിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ടതാണ് പിറകിലത്തെ ഒരു റിഫ്ലക്ടർ ലൈറ്റ് മറ്റോ നമുക്ക് പിറകിൽ ഘടിപ്പിക്കാം. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് സൈക്കിളിന് വേണ്ടിയിട്ട്. പിന്നെ നല്ലൊരു സീറ്റ്, ജെല്ലുള്ള ഒരു സീറ്റ് കവറും സീറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതാണ് ലോങ് ഡിസ്റ്റൻസ് റൈഡൊക്കെ പോകുന്നവർക്ക്. അതുപോലെ തന്നെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ വേണം, അത് ഒരെണ്ണം ആയാലും മതി. കാര്യം നമ്മൾ ബാക്കിൽ ക്യാരിയറൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ ബോട്ടിൽ നമുക്ക് അവിടെ ക്യാരി ചെയ്യാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് വിശ്വനാഥ് SP ഫ്രോം സ്മാർട്ട് ഇന്ത്യൻ മൊബൈൽ ക്രൂ വർക്കല. നിങ്ങൾക്ക് ഏവർക്കും ആശാൻസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എൻ്റെ സൈക്കിളിന് വേണ്ടിയിട്ട് എനിക്ക് അത്യാവശ്യം വേണ്ടത് ഒരു ക്യാരിയറാണ്. അപ്പോൾ ഞാൻ ക്യാരിയർ ഒരെണ്ണം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പിടിപ്പിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നമ്മുടെ സൈക്കിളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ സൈക്കിളിന് വേണ്ടിയിട്ടല്ലാതെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഷർട്ടുകളും അതുപോലെ തന്നെ ഷോർട്ട്സും ഒക്കെ നമുക്ക് വേണം. അതുപോലെ ഷൂ, നമുക്ക് സൈക്കിൾ ചവിട്ടാൻ അനുയോജ്യമായിട്ടുള്ള ഷൂസ് വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം, അത് വേറെ. ഇതിപ്പോൾ സൈക്കിളിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് സൈഡ് മിറർ നമുക്ക് ഈ സൈക്കിളുകളിൽ ഘടിപ്പിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഹൈവേയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് റിയർ വ്യൂ മിറർ. അപ്പോൾ റിയർ വ്യൂ മിററിന് വേണ്ടിയിട്ട് വേറൊരു അക്സസറി വരുന്നുണ്ട്, നമ്മുടെ കയ്യിൽ ഘടിപ്പിക്കുന്ന വാച്ച് പോലെ കയ്യിൽ ഘടിപ്പിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് തുറക്കുകയാണെങ്കിൽ നമുക്ക് പുറകിൽ നിന്നുള്ള വ്യൂ കൃത്യമായിട്ട് കിട്ടും. അതിന് ചെറിയ വിലയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കണം. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും പരിചയപ്പെടുത്താം. അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് മേടിച്ചിരിക്കുന്നത് സൈക്കിളിൻ്റെ ഒരു ക്യാരിയറാണ്. ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ക്യാരിയറാണ്. ക്യാരിയർ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഡെലിവേർഡ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനെ പൊട്ടിച്ച് ഈ സൈക്കിളിൽ എങ്ങനെയാണ് ഇത് അനായാസം ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ക്യാരിയർ സാധാരണ മിക്ക സൈക്കിളുകളിലും ഞാൻ കണ്ടിട്ടുള്ള ക്യാരിയർ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ പൊട്ടിക്കാം. കത്തിയുണ്ട്, കത്തിയൊന്നും വേണ്ട, നമുക്ക് കൈ വെച്ച് തന്നെ ഈ പ്ലാസ്റ്റിക് കവർ പൊട്ടിക്കാം. അപ്പോൾ ഇന്ന് മഴയുള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു ലൊക്കേഷൻ തിരഞ്ഞെടുത്തേനെ. മഴയുള്ളത് കാരണം ഇപ്പോൾ അറിയാമല്ലോ, നല്ല മഴയാണ്. അത് കാരണം നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ സെറ്റ് ചെയ്യാമെന്ന് കരുതി. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറയിലല്ല എടുക്കുന്നത്, നമ്മുടെ സ്വന്തം മൊബൈൽ ഫോണിൽ തന്നെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് വെള്ളത്തുള്ളികൾ വീഴുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ ലെൻസിൽ വെള്ളത്തുള്ളികൾ പോയി കഴിഞ്ഞ് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകണ്ടെന്ന് കരുതി നമ്മൾ ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആ സാധനം. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ക്യാരിയർ. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, അലുമിനിയം ആണ്, ഒട്ടും വെയിറ്റ് ഇല്ല. പിന്നെ അതിനൊപ്പം കുറച്ച് സ്ക്രൂ, നട്ട് ബോൾട്ട്, അതിൻ്റെ ടൂൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ സൈഡിൽ പിടിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ക്വിക്ക് റിലീസ് ലിവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് മൊത്തത്തിലൊന്ന് അഴിച്ചെടുക്കാം. പുതിയ അഴിക്കേണ്ട, കുറച്ച് അഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കിതിനെ റിലീസ് ചെയ്യാൻ സാധിക്കും. ഇതിനോടൊപ്പം ഒരു 6 റബ്ബറിൻ്റെ പാഡുകൾ വരുന്നുണ്ട്. 2 എണ്ണം സ്ക്വയറായിട്ടുള്ളതും ഒരെണ്ണം നീളത്തിലുള്ള ഒരു 4 പീസും വരുന്നുണ്ട്. അതിൽ ആ സ്ക്വയറായിട്ടുള്ള 2 പീസ് നമുക്കിവിടെ വയ്ക്കാനുള്ളതാണ്. ഇതുപോലെ ഇത് നിങ്ങൾ കൃത്യമായിട്ട് വച്ചിരിക്കണം, ഇല്ലെങ്കിൽ തുരുമ്പ് കയറാനും അതുപോലെ തന്നെ നമ്മുടെ സൈക്കിളിൻ്റെ ഗ്രിപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണിത്. 2 ഉപയോഗമുണ്ട്. അപ്പോൾ ഇത് സീറ്റിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഈ റബ്ബർ
പാഡ് കറക്റ്റ് ശരിയായ സ്ഥാനത്ത് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അനങ്ങാത്ത രീതിയിൽ ചെറുതായിട്ട് ലൈറ്റ്. ബാക്കി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ അവസാനം ചെയ്യാം. ലൈറ്റായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും തൽക്കാലത്തേക്ക്. ഇനി നമുക്ക് എടുക്കേണ്ടത് ഇതിൻ്റെ സൈഡിൽ മൗണ്ട് ചെയ്യേണ്ട പൈപ്പാണ്. സൈഡ് സപ്പോർട്ടായിട്ട് വരുന്നതാണ് ഇതൊരു 4 പീസായിട്ടാണ് വരുന്നത്. ഇത് തങ്ങളിൽ ജോയിൻ്റ് ആവും. 2 സൈഡിലേക്ക് ഈ 2 പീസ് വീതമാണ്. അപ്പോൾ ഇതിൻ്റെ ടൂളും കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ സൈഡിൽ ഫിറ്റ് ചെയ്യാം. സൈഡിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ബോൾട്ട് ഭാഗം പുറത്തേക്ക് വരത്തക്ക രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ വീലിൻ്റെ കമ്പികളിൽ ഇത് ടച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് തന്നെ ബോൾട്ട് വരത്തക്ക രീതിയിൽ വേണം ഇത് ഫിറ്റ് ചെയ്യാനായിട്ട്. ഒരു സ്ക്രൂ ഊരിയാൽ മതിയാവും. പിന്നെ വന്നിട്ടുള്ള ചെറിയ പാഡുകൾ നമുക്ക് ഇതിന് മുകളിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ 2 സൈഡിലേക്കും ഈ 2 പാഡുകൾ ഇതുപോലെ വച്ചതിന് ശേഷം നമുക്ക് ഈ സ്ക്രൂവിനെ ഇതിനകത്തേക്ക് കയറ്റി നമുക്ക് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ചെറിയ രീതിയിൽ ടൈറ്റ് ചെയ്താൽ മതി. അവസാനം കറക്റ്റ് ബാലൻസ് ചെയ്ത് നല്ല രീതിയിൽ സെറ്റാക്കിയതിന് ശേഷം എല്ലാ സ്ക്രൂവും ഫുള്ള് ടൈറ്റ് ചെയ്താൽ മതിയാവും. ആദ്യം ഒന്ന് ജസ്റ്റ് ലൈറ്റായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് ഇതാണ്. ആദ്യം ഇതിനകത്തേക്ക് നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫിറ്റ് ചെയ്താൽ മതിയാവും. ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്. ഇത് ശകലം ലൈറ്റായിട്ട് ലൂസ് ചെയ്യാം. കുറച്ച് ലൂസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് വച്ചിട്ട് ഇവിടെ ഒരു 3 ഹോൾസ് കാണാം. അതിനകത്ത് നമ്മൾ എടുക്കേണ്ടത് ഈ സെൻറ്ററിലെ ഹോളാണ്. വാഷറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വാഷറുകൾ നമ്മൾ ബോൾട്ടിൻ്റെ ഭാഗത്ത് വേണം വാഷർ ഇടാനുള്ളത്. നട്ടിൻ്റെ കൂടെ തന്നെ നട്ടിനൊപ്പം തന്നെ ഒരു വാഷർ വരുന്നതുകൊണ്ട് നട്ടിന് വാഷർ വേണ്ട. ഇനി നമുക്ക് ഇതിനെയൊക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അവസാനം. ഇനി അപ്പുറത്തെ സൈഡിൽ കൂടെ ഈ ലിവർ ഫിറ്റ് ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മറു സൈഡ് പിടിപ്പിച്ച അതേ മെത്തേഡിൽ തന്നെയാണ് ഈ സൈഡിലും പിടിപ്പിക്കാനുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനപ്പോൾ ഇങ്ങനെ ഒരു വളഞ്ഞൊരു സാധനം കൂടി വരുന്നുണ്ട്. അത് നമുക്ക് ദാണ്ട് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. 2 സൈഡിലും ഇങ്ങനെ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മുകളിലേക്കുള്ള ബാഗ് 2 സൈഡിലായിട്ട് വരുന്ന ബാഗ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളകത്തേക്ക് പോയി ഇതിലൊന്നും ടച്ച് ചെയ്യാതിരിക്കാനായിട്ടൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് കെട്ടണമെങ്കിൽ ഒക്കെ ഒന്നും സൈഡിലേക്ക് പിടിക്കാത്ത രീതിയിൽ ഒരു ഗാർഡായിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 സൈഡിലും ഈ ഗാർഡ് ഇതുപോലെ ഫിറ്റ് ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുറത്ത് വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നല്ല രീതിയിലുള്ള മഴ പെയ്തു. അങ്ങനെ നമ്മൾ അകത്തേക്ക് എടുത്തു. ഇനി ബാക്കി ഇതും കൂടെ പിടിപ്പിക്കാനുള്ളൂ. ഇത് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ പിടിപ്പിക്കണം. പിടിപ്പിച്ചതിന് ശേഷം എല്ലാ നട്ടും ബോൾട്ടും എല്ലാം നമ്മൾ ടൈറ്റ് ചെയ്യണം. എല്ലാം കറക്റ്റ് അതിൻ്റെ സീറ്റിങ്ങിൽ വെച്ചതിന് ശേഷം ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുകൂടെ ഫിറ്റ് ചെയ്തതിന് ശേഷം എല്ലാ സ്ക്രൂവും ഒന്ന് ടൈറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കാരിയർ ഇവിടെ പെർഫെക്റ്റ്ലി ഫിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ബലമുള്ളതുപോലെ തോന്നുന്നുണ്ട്. നമ്മൾ സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതങ്ങ് കയറി സ്ട്രോങ് ആയിട്ടുണ്ട്. ഒരാൾക്കും അത്യാവശ്യം ഭാരം കുറഞ്ഞ ആൾക്കുമൊക്കെ ഇരിക്കാൻ തോന്നും. പക്ഷേ ആളിരിക്കേണ്ട, ചിലപ്പോൾ ഇത് ബെൻഡാവാനുള്ള സാധ്യതയുണ്ട്. അത് ഇതിൽ നിങ്ങൾക്കൊരു 30, 35, 40 കിലോ വെയിറ്റ് വരെയൊക്കെ അനായാസം കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങളുടെ സൈക്കിളിൻ്റെ കൂടെ കപ്പാസിറ്റി നോക്കണം. ഇരിക്കുന്ന ആളും പിന്നെ ബാക്കി എത്രയാണോ സൈക്കിളിൻ്റെ കപ്പാസിറ്റി വരുന്നത് അതനുസരിച്ചുള്ള ലോഡൊക്കെ കൊണ്ടുപോകാം. എങ്ങനെയായാലും ഒരു 40 കിലോ ലോഡ് ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു വള്ളിയും തന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്ക് സാധനമൊക്കെ ക്യാരി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചിടുകയോ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പിടിച്ചിടാം. അതിനുശേഷം ഇവിടെ ഇത് വെച്ച് ടൈറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനം മുകളിൽ വെച്ചിട്ട് പിടിച്ചിട്ടതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് വേണമെങ്കിൽ ടൈറ്റ് ചെയ്ത് നിർത്താം. നമുക്കിഷ്ടപ്പെട്ട രീതിയിലൊക്കെ ഇതിനെ നമുക്ക് ഏത് രീതിയിലാണോ നമുക്ക് ബന്ധിക്കാൻ സുഖം ആ രീതിയിൽ തന്നെ ബന്ധിക്കാം. ഇപ്പോൾ എന്തായാലും ഞാൻ തൽക്കാലം ഇവിടെ ഇതിങ്ങനെ വെറുതെ കൊടുത്തേക്കുന്നേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യം വരുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇത് ഇവിടെ പിടിച്ചിട്ടു. പിന്നെ ഇതിനോടൊപ്പം വരുന്നത് ഒരു റിഫ്ലക്ടറാണ്. ഈ റിഫ്ലക്ടറിനെ നമുക്ക് നൈസായിട്ട് ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്യാൻ അവരൊരു ക്ലാമ്പും കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്ടറും അവിടെ ഫിക്സായി. ഇനി നിങ്ങൾക്ക് അഡീഷണൽ
ഫ്ലാഷ് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലോ ഒക്കെ ഫിറ്റ് ചെയ്യാനും പറ്റും. അതിനും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിലും ഒരു ഫ്ലാഷ് ലൈറ്റ് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. തൽക്കാലം റിഫ്ലക്ടർ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സൈക്കിളിന് ഞാനൊരു ചെറിയൊരു പേര് ഇട്ടിട്ടുണ്ട്. അതായത് മൗണ്ടൻ എന്നർത്ഥം വരുന്ന ഗിരി എന്നാണ് നമ്മുടെ സൈക്കിളിൻ്റെ പുതിയ പേര്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിളിൻ്റെ ഇപ്പോഴത്തെ രൂപം. കണ്ടോ, കാരിയറൊക്കെ ഫിറ്റ് ചെയ്തു, കുട്ടപ്പനായിട്ടുണ്ട്. ഇനിയപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ക്യാരി ചെയ്യണമെങ്കിൽ, ലോങ് ഡിസ്റ്റൻസ് റൈഡ് പോണവർക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചെറിയ ചാക്കോ സാധനങ്ങളോ ഒക്കെ കടയിൽ നിന്ന് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ക്യാരി ചെയ്യാൻ ഇതുപോലത്തെ ഒരു കാരിയർ അത്യാവശ്യമാണ്. ഈ കാരിയറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആമസോണിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. ഇതിനകത്ത് എനിക്ക് വലിയ പോരായ്മയൊന്നും തോന്നിയിട്ടില്ല. ഈ കാരിയറിനകത്ത് നല്ല കാരിയർ തന്നെയാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാം, സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്കിതുപോലെയുള്ള സൈക്കിൾ MTB ഹൈബ്രിഡ് അതുപോലെ കാരിയർ വരാത്ത സൈക്കിളുകളിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് രൂപകൽപ്പന. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു, നിങ്ങൾക്കിത് വേണ്ടാത്ത സമയത്ത് റിമൂവ് ചെയ്യണമെങ്കിൽ ഇത്രയും പാടൊന്നുമില്ല. നമ്മളിപ്പോൾ ഇത് ഫിക്സ് ആണല്ലോ, നിങ്ങൾ ഈ ക്വിക്ക് റിലീസ് ഓപ്പൺ ചെയ്ത് ഈ ഭാഗം ഓപ്പൺ ചെയ്യുക. അതുപോലെ ഈ 2 ബോൾട്ട്, ഇവിടത്തെ ഒരു ബോൾട്ട്, ഇപ്പുറത്തെ സൈഡിൽ ഒരു ബോൾട്ട്, ഈ 2 ബോൾട്ടും ഈ ക്വിക്ക് റിലീസും അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനായാസം ഇതിനെ ഇളക്കി മാറ്റാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലെനിക്ക് തോന്നിയൊരു പോരായ്മ, ഇവരൊരു യൂസർ മാനുവലോ അല്ലെങ്കിൽ എത്ര കിലോ ക്യാരി ചെയ്യാൻ കഴിയുമെന്നോ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ഒന്നും ഉള്ള ഒരു യൂസർ മാനുവലോ കാറ്റലോഗോ ഒന്നും ഇതിനോടൊപ്പം വന്നിട്ടില്ല. അതൊരു പോരായ്മയാണ്. പിന്നെ അവർ ഇത് ഇളക്കാനും നമുക്ക് ഫിറ്റ് ചെയ്യാനും 3 ടൂളാണ് ആവശ്യം, 2 അല്ലെങ്കിൽ ഒരു സ്പാനറും അവരത് ഇതിനോടൊപ്പം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും അലുമിനിയമാണ്. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലിങ്കിൽ കയറി നോക്കാം. ഞാനിത് വാങ്ങിയപ്പോൾ 1500 രൂപയായി. നിങ്ങൾക്ക് ആമസോണിൽ കയറിയിട്ട് ഇത് വേണമെന്നുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. ഒരുപാട് പേര് ഉപയോഗിക്കുന്ന കാരിയറാണ്, അതുകൊണ്ടാണ് ഞാനും ഇത് തന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൈക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനിയും അധികം വീഡിയോകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.